ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്നതിന്റെ സൂചനയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മത്സരത്തിൽ നിന്നുള്ള പിന്മാറ്റമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വടകരയിൽ പൊതുസ്ഥാനാർത്ഥി വരും എന്ന പേരിൽ കോലീബി സഖ്യത്തിനാണ് യുഡിഎഫിന്റെ നീക്കം. പി.ജെ. ജോസഫ് കേരള കോൺഗ്രസിൽ നിന്നും പുറത്തുവന്ന് മത്സരിക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി വടകരയിൽ ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയുടെ വടകര ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുമുന്നണി വൻ നേട്ടമുണ്ടാക്കിയ 2004 ഇത്തവണയും ആവർത്തിക്കും. കെ.വി. തോമസാണ് എറണാകുളത്തെ കുത്തക MP. സഖാവ് പി. രാജീവാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കെ.വി. തോമസ് പറയുന്നു, ഇത്തവണ ഞാൻ വേണ്ട, വേറെ ഈടനോ ആരെങ്കിലും നിൽക്കട്ടെയാണ്. ഇത് ഒരു സൂചനയാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തന്നെ UDF-കാരെ പല മണ്ഡലങ്ങളിലും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. പി.ജെ. ജോസഫ് ഇനിയും കേരള കോൺഗ്രസിൽ തുടരരുത്. അദ്ദേഹം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പി.ജെ. ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. രാഷ്ട്രീയ അക്രമങ്ങൾ ഇല്ലാതാക്കാൻ എല്ലാ പാർട്ടികളും സഹകരിക്കണം. ഇടതുമുന്നണി അതിന് മുൻകൈ എടുത്തിരിക്കുകയാണെന്നും കോടിയേരി വ്യക്തമാക്കി. നുണപ്രചാരണങ്ങൾ വടകരയിൽ വിലപ്പോകില്ലെന്നും ജനങ്ങളുടെ കോടതിയിൽ അനുകൂല വിധിയുണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പി. ജയരാജൻ പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിൽ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ച LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തു. മീഡിയ 1